ഞാനും അമ്മയും കൂടെ അമ്മയുടെ കസിന്റെ പുതിയ വീട്ടിലെ പാലുകാച്ചിന് പോവുകയാണ്. അപ്പൊ ഞാൻ എന്റെ വണ്ടി മാറ്റിയിട്ട് ചേട്ടന്റെ വണ്ടി കൊണ്ടിട്ടാണ് പോകുന്നത്. 8 മണിക്കാണ് പാലുകാച്ചെന്ന് പറഞ്ഞത്. പക്ഷെ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ 8 മണിയായി. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു 8:30 പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് ഫുള്ള് അതിന്റെ പരിപാടികളൊക്കെ ഒന്ന് സ്റ്റാർട്ടായത്. ഈ മറ്റേ വിളക്കും കൊണ്ടിട്ട് ആദ്യമായിട്ട് വീടിന്റെ ഉള്ളിലോട്ട് പോകത്തില്ലേ, അപ്പൊ അതൊക്കെ ഞങ്ങൾ വന്നപ്പോഴാണ് കഴിഞ്ഞത്. അപ്പൊ ഞാൻ അമ്മയെ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുവാണ്. അപ്പൊ ആന്റി എങ്കിലും പിള്ളേരും ഒക്കെ വലതുകാലെടുത്ത് വീട്ടിലെ ഉള്ളിലോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളും കയറി ഉള്ളിലോട്ട് വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്കും എന്റെ കസിൻ അവിടെ വീഡിയോയിൽ വരാണ്ടിരിക്കാൻ വേണ്ടി ഓടി ഓടി കളിക്കുമായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഉള്ളിലോട്ടൊക്കെ പോയി നോക്കി, ബാക്കിലോട്ടൊക്കെ പോയി നോക്കിയപ്പോഴത്തേക്ക് ഫുള്ള് റബ്ബറിന്റെ തോട്ടമായിരുന്നു. അപ്പോഴാണ് അനിയനും ചേട്ടനും കൂടെ വീഡിയോ എടുത്തിട്ട് വരുന്നത് കണ്ടത്. ആ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുത്ത് വരുന്ന ആ കൊച്ചുണ്ടല്ല, ആ കുഞ്ഞാണെങ്കിലും ഭയങ്കര സാധനമായിരുന്നു. ഒന്നും രണ്ടും പറഞ്ഞ് ഞാനും ആ ചെക്കനും ഭയങ്കര അടിയായിരുന്നു. പിന്നെ ഞാനവിടെ നിന്നപ്പോഴത്തേക്ക് എനിക്ക് പുതിയ കമ്പനിയൊക്കെ കിട്ടി. അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ കലത്തിൽ വെച്ചിരുന്ന പാലൊക്കെ തിളച്ച് പൊങ്ങി അടിപൊളിയായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി. ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ആ പാല് തിളച്ച് പോവുകയായിരുന്നു. പിന്നെ കുറച്ചു നേരം പോസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ മുകളിലോട്ടൊക്കെ പോയി നോക്കി എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഫുള്ള് നോക്കി. പിന്നെ ഞാൻ താഴോട്ട് പോയി. ഞാൻ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടായിരുന്നു വന്നത്. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ പോയി. ഇടിയപ്പവും കറിയും പിന്നെ ചമ്മന്തിയും വടയൊക്കെ ആയിരുന്നു. കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി റെസ്റ്റൊക്കെ എടുത്ത് അപ്പോഴത്തേക്ക് ഇത് ഈ കൊച്ചിനെയൊക്കെ കണ്ടുമുട്ടി കുറച്ച് നേരം കളിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നൈസിന് ഇറങ്ങി. സമയമായി, നല്ല ലേറ്റായി. എനിക്ക് എക്സാമും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്കുള്ള സാധനം മേടിക്കാൻ കടയിലും കയറിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. പിന്നെ ഞാൻ എക്സാമിലോട്ടും പോയി. അപ്പോൾ ഓക്കെ ബൈ.